ചോദ്യം ഇതാണ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കരഞ്ഞിട്ടുള്ളവർ കൈവക്കുക. കരയാൻ ആഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഇപ്പം കരയുമെന്നും കരുതി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കാൻ പോവാണ്. ചില കാര്യങ്ങൾ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലല്ലോ. ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരഞ്ഞാൽ ആ കരച്ചിലിന് അർത്ഥമുണ്ട്. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഇതാ ഇടപെടുകയാണ്. ഹാഗാർ, നീ വിഷമിക്കേണ്ട. വെറുതെ നാട്ടുകാരും കൂട്ടുകാരും നമ്മുടെ അടുക്കെ വന്ന് ഡോണ്ട് വറി ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് പോലെയല്ല. ആ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞ് തലിത്താക്കും, ബാലിക എഴുന്നേൽക്കൂ. ദൈവമേ, ഞാനും പ്രാർത്ഥിക്കുന്നു, അങ്ങന്റെ കണ്ണുനീര് കണ്ട് അങ്ങനിൽ ഇടപെടണമേ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ അങ്ങേയറ്റം പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഞായറാഴ്ച പുതു ഞായറാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ലോകമെമ്പാടും ഡിവൈൻ മേഴ്സി, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പന്തക്കുസ്തായ്ക്ക് വേണ്ടിയുള്ള അതിശക്തമായ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ അതിശക്തമായ അനുഗ്രഹം വെളിപ്പെടുന്ന ദിനങ്ങളിലാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളും ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതും. അങ്ങനെ വിശ്വസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മേഖല നമ്മൾ ശ്രദ്ധിക്കാനും പഠിക്കാനും പോവുകയാണ്. അത് സങ്കീർത്തന പുസ്തകം 56 അതിൻ്റെ 8-ാം തിരുവചനമാണ്. പലർക്കും കാണാതെ അറിയാവുന്ന ഒരു വചനമാണ്. കാരണം നമ്മുടെ ജീവിതത്തോട് അത്രമേൽ ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു വചനമാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 56 വേഴ്സ് 8. അതെ, സങ്കീർത്തനം 56:8 എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും അധരത്തിൽ ആ വചനം വന്നു കഴിഞ്ഞു. ഒന്ന് ഒച്ചത്തിലൊന്ന് പറഞ്ഞാലോ, സങ്കീർത്തനം 56:8. ഏതാ വചനം? ഒച്ചത്തിൽ പറഞ്ഞു. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ. വചനം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. കാരണം നമ്മുടെ ജീവിതത്തോട് അങ്ങേയറ്റം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ്. നമുക്കിതൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാലോ? പലതരം നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കണ്ണടച്ചോ, എന്നിട്ട് ഈ വചനം മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി നന്നായി ഇതങ്ങോട്ട് വിശ്വസിച്ച് പറഞ്ഞോണം. ഒച്ചത്തിൽ പറഞ്ഞ സങ്കീർത്തനം 56 8-ാം തിരുവചനം. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ താത്തിക്കേ. സങ്കീർത്തകനായ ദാവീദ് പറയാണ്, ദൈവമേ, അങ്ങ് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അല്ലേ? കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്തൊരു കാര്യം കൂടെ, കർത്താവേ, അത് അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്, ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കരഞ്ഞിട്ടുള്ളവർ കൈവക്കുക. എന്തൊരു ചോദ്യം, മണ്ടൻ ചോദ്യം അല്ലേ? ചേട്ടൻ കരഞ്ഞിട്ടില്ല? കരഞ്ഞിട്ടുള്ളവർ കൈവക്കൂ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടില്ല? ദൈവമേ, ഒരു കുഞ്ഞ് ജനിക്കുന്നത് തന്നെ കരഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ജീവിതം തന്നെ കരഞ്ഞുകൊണ്ടാണ് അല്ലേ? കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും പറയും, എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അല്ലേ, കൊച്ചു കരഞ്ഞ് കാണുക എന്നുള്ളതൊരു ആവശ്യമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, കരച്ചിലാണ്. എല്ലാ ദിവസവും കരയുന്നവർ കൈ പൊക്കണ്ട. ചിലർ റെഡിയായിട്ടിരിക്കുക. കാരണം കർത്താവെ, ഞങ്ങളുടെ മെയിൻ പരിപാടി തന്നെ അത് തന്നെയാണ്. രാവിലെ തൊട്ട് കരച്ചിലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി അല്ലേ? എന്തോരം നമ്മൾ കരഞ്ഞു കൂട്ടുന്നു അല്ല? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ കരച്ചിലിന് വല്ല ഗുണമുണ്ടോ? വല്ല ഗുണമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? എന്നാ പിന്നെ എന്തിനാ പിന്നെയും കരയണേ?
ഈ പോട്ട ആശ്രമത്തിൻ്റെ വലിയൊരു പ്രത്യേകത, ഈ മണ്ണിൽ ഒരുപക്ഷെ എത്രയോ അനേകരായിരങ്ങളുടെ പതിനായിരങ്ങളുടെ കണ്ണുനീർ തുള്ളി വീണിട്ടുള്ളൊരിടമാണ് ഈ പോട്ട ആശ്രമത്തിൻ്റെ വലിയൊരു പ്രത്യേകത. കാരണം എന്താ? ജീവിതത്തിൻ്റെ നിസ്സഹായതയുടെ നടുവിൽ നമ്മൾ എപ്പോഴാണ് കരയുന്നത്? ഇനി എന്തു ചെയ്യണമെന്നറിയാതെ, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ, ജീവിതത്തിൽ അങ്ങേയറ്റം ഭാരപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. പലപ്പോഴും പലരും ഈ കരച്ചിലിനെ ഒരു നാണക്കേടിൻ്റെയും അപമാനത്തിൻ്റെയും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കാറുണ്ട്. ചിലരുടെ കരച്ചിൽ സിനിമ കാണുമ്പോൾ കരയുന്നവരിവിടെ ഉണ്ടാവും. ഉണ്ടോ? സിനിമ കാണുമ്പോൾ, അല്ലേ, സീരിയൽ കാണുമ്പോൾ കരയുന്നവര്, ചിലരാരും കാണാതെ കരഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലേ, കരഞ്ഞില്ല എന്ന് വരുത്തി തീർക്കും. ജീവിതത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും കരയുന്നവരാണ്, പല സാഹചര്യങ്ങളിലും കരയുന്നവരാണ്. ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, പ്രത്യേകിച്ച് കരയാൻ ആഗ്രഹിക്കുന്നവരും, ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരും, ഇപ്പം കരയുമെന്നും കരുതി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കാൻ പോവാണ്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൽ 11-ാമത്തെ തിരുവചനം അതിശക്തമായ ഒരു ദൈവിക ദൂതാണ്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20, 20-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം. 11-ാം തിരുവചനത്തിന് തൊട്ട് മുമ്പായി അതിൻ്റെ 15-ാം തിരുവചനത്തിൻ്റെ കൃത്യമായ അർത്ഥമാണ് 11-ൽ പറയുന്നത്. 15-ാം തിരുവചനം, യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? എന്നോട് ചോദിച്ചേ, എന്തിനാണ് നീ കരയുന്നത്? ചോദിച്ചേ. കൊള്ളാം. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, ആളുടെ പേരറിയാമെങ്കിൽ പേര് ചോദിച്ചേ. ത്രേസ്യാമ്മേ, എന്തിനാണ് കരയുന്നത്? അല്ലേ, അവരാച്ചൻ ചേട്ടാ, എന്തിനാണ് കരയുന്നത്? അവരെന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ എല്ലാ ദിവസവും കരയുന്നവരാണ്, ഇന്നും കരയുന്നത്. ഈശോ മഗ്ദലേന മറിയത്തോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? 11-ാം തിരുവചനം ഒന്ന് വായിച്ചു നോക്കിയേ. 11-ാം തിരുവചനം, മറിയത്തിന്റെ കരച്ചിലിന്റെ കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാം. കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയത്തിന്റെ കരച്ചിലിന് ഒരു കാരണമുണ്ട്. വെറുതെ കള്ളക്കരച്ചിലല്ല, മറിയം കരയുന്നതിനൊരു കാരണമുണ്ട്. ഇതേതാ മറിയം? മഗ്ദലേന മറിയം കരയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം താൻ ഏറെ സ്നേഹിച്ചിരുന്ന ഈശോ മരിച്ചു. മരണം താങ്ങാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തത്, ഈ മരിച്ചു കഴിഞ്ഞ് ശവസംസ്കാരം നടത്തിയ സ്ഥലത്ത് ഇപ്പോൾ ശവശരീരവും കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ദേ ആ കല്ലറയ്ക്ക് മുമ്പിൽ, ശൂന്യമായ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് കരയുന്ന മറിയം ഇവിടെ ഇരിക്കുന്ന, പറയുന്ന, ഓൺലൈനിൽ പങ്കെടുക്കുന്ന നമ്മുടെയൊക്കെ അനേകരുടെ ഒരു പ്രതീകമാണ്. ജീവിതത്തിൽ ശൂന്യമായ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയം. അങ്ങനെ നിൽക്കുന്ന മറിയത്തോടാണ് ഈശോ ചോദിക്കുന്നത്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? വെറുതെ കരയുന്നതല്ല, മറിച്ച് ഈ കരച്ചിലിന് കാരണമുണ്ട്. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ശൂന്യതയുടെ മുമ്പിൽ നിൽക്കുന്ന മറിയം. ഇത് കൃത്യമാണ്, നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീകമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ചില കാര്യങ്ങൾ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. എത്ര നാളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലല്ലോ. അതിൻ്റെ മുമ്പിൽ, നിസ്സഹായതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരച്ചിൽ. പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പലരും പറഞ്ഞു, ഇതിപ്പോൾ ശരിയാകും. അച്ചോ, പ്രാർത്ഥിച്ച് മടുത്തു, ധ്യാനം കൂടി മടുത്തു. ദൈവമേ, അങ്ങെന്താ ഇടപെടാത്തത്? അപ്രതീക്ഷിതമായ ചില രോഗപീഠകളുടെ മുമ്പിൽ ജീവിതത്തിൽ താളം തെറ്റി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അതിൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ലെന്ന്.
ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പലരുടെ അവസ്ഥയാ. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല, അതിൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുന്നു. ജീവിതത്തിൽ ചില പൊട്ട തീരുമാനങ്ങൾ നോമ്പുകാലത്തെടുത്തിരുന്നു. ദേ ഇങ്ങനെ ഞാൻ ജീവിക്കും, ഈസ്റ്റർ വരെയൊക്കെ ഒന്ന് പിടിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്നെല്ലാം തീർന്നു. ജീവിതത്തിലെ തെറ്റായ പൊട്ട തീരുമാനങ്ങൾ. ദൈവമേ, ഞാൻ ഇത്രയും ദുർബലനാണോ? ഇനി എന്താ എൻ്റെ ജീവിതം? എൻ്റെ ജീവിതം ഇങ്ങനെ ഈ സങ്കടങ്ങളുടെ താഴ്വരയിൽ ഞാൻ അവസാനിക്കും. എന്താ ചെയ്യേണ്ടത്? ഒരു പിടുത്തമില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ കരച്ചിലിന് പല പല കാരണങ്ങൾ ഉണ്ട്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, നിന്റെ കരച്ചിലിനൊരു കാരണമുണ്ട്. ഉണ്ടെന്ന്. നിന്റെ കരച്ചിലിന് ഒരു കാരണമുണ്ട്. വെറുതെ അല്ല കരയുന്നത്. വെറുതെ ആരെങ്കിലും കരയുവോ? ഒരു മനുഷ്യൻ കരയുന്നത് എപ്പോഴാ? ജീവിതത്തിലെ നിസ്സഹായതയുടെ മുമ്പിൽ എല്ലാ പ്രതീക്ഷയും തീർന്നു. അപ്പൊ കണ്ണീന്നറിയാതെ കണ്ണുനീര് വീഴും. മറിയം എന്ന സ്ത്രീ കല്ലറയുടെ മുമ്പിൽ, എങ്ങനത്തെ കല്ലറ? ശൂന്യമായ കല്ലറയുടെ മുമ്പിൽ നിന്ന് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട് മഗ്ദലേന മറിയം പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണെന്നറിയാവോ? നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയറ്റ എല്ലാ നിസ്സഹായതയുടെ അവസ്ഥയിലും നീ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നോണം. മാനുഷികമായിട്ടുള്ള ഒരു വാസന എന്ന് പറയുന്നത് എന്താ? കാര്യം നടന്നു കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ അടുത്ത സ്ഥലത്ത് പോയി കരയാം, അടുത്ത ആളുടെ മുമ്പിൽ പോയി കരയാം. ചെയ്യരുത്. നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയറ്റിരിക്കുന്ന അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ നീ കരയണം. നിന്റെ കരച്ചിലിന് വിലയുണ്ട്. നിന്റെ കരച്ചിൽ കാണുന്നൊരു ദൈവമുണ്ട്. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിന്റെ ദൈവം പോവില്ല. വിശുദ്ധ ഗ്രന്ഥം ഈ ദിവസങ്ങളിൽ നിന്റെ ചങ്കോട് ചേർത്ത് നിന്നെ പഠിപ്പിക്കുന്നൊരു വചനഭാഗമാണിത്. നിന്റെ കരച്ചിലിനൊരു വിലയുണ്ട്. നിന്നെ ദൈവം കരയാൻ ഒറ്റയ്ക്കാക്കിയിട്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ദൈവമല്ല. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, നിന്റെ കരച്ചിലിനൊരു വിലയുണ്ട്. വിലയുണ്ട്. പറഞ്ഞു കൊടുക്ക് ചേട്ടാ, പറഞ്ഞു കൊടുക്ക്. നിന്റെ കരച്ചിലിനൊരു വിലയുണ്ട്. പ്രത്യേകിച്ച് ഈ പുരുഷന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയോ? സ്ത്രീകളാണ് പൊതുവെ കരയുന്നത്. പുരുഷന്മാർ കരഞ്ഞു കഴിഞ്ഞാൽ അപമാനമാണ്, ഭാരമാണ്, നാണക്കേടാണെന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരുടെ കരച്ചിലാണ് ഏറ്റവും വലിയ കരച്ചിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരുഷന്മാരുടെ കരച്ചിൽ ചേച്ചി കണ്ടിട്ടുണ്ടോ വീട്ടിൽ? ഇല്ലേ? എന്നും പുള്ളി കരയുന്നു, ചേച്ചി ചിരിക്കുന്നു. അങ്ങനെയല്ല വേണ്ടത്. എൻ്റെ ഒരു മര്യാദ വേണം. ദേ ശ്രദ്ധിച്ചേ. അതായത് കുടുംബങ്ങളിലൊക്കെ പുരുഷന്മാർ പലപ്പോഴും ആരും കാണാതെ മാറിയിരുന്ന് കരയും, ഒറ്റയ്ക്കിരുന്ന് കരയും. കാരണം വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൗരുഷത്തിന് അത് മോശമല്ലേ? വീട്ടിൽ അപ്പന്മാരുടെ കരച്ചില്, ചില മക്കളുടെ കരച്ചില്. ഇന്നിതാ ദൈവവചനം നമ്മളോട് പഠിപ്പിക്കുന്നു. ഇന്ന് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിന്റെ കരച്ചില് കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നതിൻ്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ പണിതുയർത്തും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയരെ, ഇങ്ങനെ കരഞ്ഞ മഗ്ദലേന മറിയത്തിൻ്റെ മുമ്പിലാണ് ഉയർത്തെഴുന്നേറ്റവൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ആമേൻ. നമ്മൾ ചിന്തിച്ചേ, എത്രയോ പേരുണ്ടായിരുന്നു. ആരുടെ മുമ്പിലാണ് ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്? മഗ്ദലേന മറിയത്തിൻ്റെ മുമ്പിൽ. തൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ മുമ്പിലാണെന്ന് ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഈ മഗ്ദലേന മറിയത്തെയാണ് ഒരു പ്രേക്ഷിതയായിട്ട് വചനം അങ്ങോട്ട് ഉയർത്തുന്ന രംഗമുണ്ട്. തൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കാൻ, അവരോട് ഈ വാർത്ത പറയാൻ നിയോഗിക്കുന്നത് മഗ്ദലേന മറിയത്തെയാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണുനീരിന് ഒരർത്ഥമുണ്ട്. ഈ കണ്ണുനീര് ഇത് മറ്റൊന്നായിട്ട് മാറും, ഒരു ശിഷ്യ ദൗത്യമായിട്ട് മാറും. മഗ്ദലേന മറിയം ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ എന്നെയും നിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കൈയടിച്ച് ഈ പറഞ്ഞ കാര്യം ഒന്ന് സ്വീകരിച്ച്. നമ്മുടെ കരച്ചിലിന് അർത്ഥമുണ്ട്. ഈ കരച്ചിലിനൊരർത്ഥമുണ്ട്. എൻ്റെ കരച്ചിൽ കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിലെ ഏറ്റവും കുഞ്ഞു വചനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പറയാവുന്നൊരു കുഞ്ഞു വചനമുണ്ട്, പലർക്കും അറിയാം. ഏതാ വചനം? ബൈബിളിലെ ഏറ്റവും കുഞ്ഞു വചനം ഏതാ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം തിരുവചനം. ജീസസ് വെപ്റ്റ്. യേശു കരഞ്ഞു. അങ്ങനൊരു വചനമുണ്ട്. ബൈബിളിലെ ഏറ്റവും കുഞ്ഞു വചനമാണ്. യേശു കരഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരച്ചിലുണ്ടല്ലോ, ഈ കരച്ചിലിനൊരു വിലയുണ്ട്. നിന്റെ ജീവിതത്തിൽ നിന്റെ നിസ്സഹായതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നീ കരയുമ്പോൾ ആ കരച്ചിലിന് കൃത്യമായി ദൈവം അർത്ഥം കാണുന്നുവെന്ന് ഇന്ന് സുവിശേഷത്തിൽ നിന്റെ മുമ്പിൽ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നാളുകൾക്ക് മുമ്പ് ജീവിതത്തിൽ അങ്ങേയറ്റം തകർന്നു പോയ സമൂഹ മധ്യത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരാള് ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ച എൻ്റെ ആദ്യത്തെ ചോദ്യം, ചേട്ടനെ കുറിച്ച് ഒത്തിരി കഥകളൊക്കെ പത്രത്തിലും യൂട്യൂബറൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ നടുവിൽ എങ്ങനെ ഈ പുഞ്ചിരിച്ചോണ്ടൊക്കെ നിൽക്കാൻ പറ്റുന്നത്? ഈ പുഞ്ചിരി ഇതൊരു അഭിനയമാണോ? എൻ്റെ ചോദ്യം. അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ചോദിച്ചത്. ഉടനെ അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് അഭിനയമൊന്നുമല്ല. ഈ ചിരി ഉണ്ടല്ലോ, ഇതെനിക്ക് സമ്മാനിക്കുന്നത് ഒരു കരച്ചിലിൽ നിന്നാണ്. അപ്പം ഞാൻ ചോദിച്ചോ, അതെങ്ങനെയാ? അച്ഛാ, ഇപ്പം എൻ്റെ പ്രാർത്ഥന രീതി അതാണ്. അച്ഛൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അച്ഛാ, ഞാൻ അത്രമേൽ നാണം കെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നാണം കെട്ട ഒരവസ്ഥ. അങ്ങനെയാണ് അയാൾക്ക് നാട്ടിലുണ്ടായൊരു പ്രശ്നം. ഇപ്പം ഈ യൂട്യൂബിലും പത്രത്തിലൊക്കെ എടുത്തങ്ങോട്ട് പെരുമാറി ഇദ്ദേഹത്തെ. അപ്പം ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ആ നാളുകളിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ പോയി മണിക്കൂറുകൾ കരഞ്ഞു. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് കൂടെയുണ്ടായിരുന്നവര് അവസാനം എന്നെ കുറ്റപ്പെടുത്തി എന്നല്ലാതെ അവരാരും എന്നെ ആശ്വസിപ്പിച്ചില്ല. ചിലരൊക്കെ പറഞ്ഞു ഡോണ്ട് വറി. പക്ഷെ അച്ഛാ, എൻ്റെ പ്രശ്നത്തിന് ഉത്തരം കിട്ടിയില്ല. എൻ്റെ നാട്ടുകാരുടെ പലരുടെയും മുമ്പിൽ ഞാൻ പോയിരുന്നു കരഞ്ഞു. അവസാനം ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു. ഞാൻ വിചാരിച്ചു, എൻ്റെ രക്തമല്ലേ എൻ്റെ വീട്ടുകാർ, അവർക്ക് എന്നെ മനസ്സിലാവും. എന്നാൽ അച്ഛാ, അവർക്കും എന്നെ മനസ്സിലായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പിന്നെ കരഞ്ഞു മടുത്തില്ലേ? അതെ അച്ഛാ, ഞാൻ കരഞ്ഞു മടുത്തു. അവസാനം ഞാൻ ചെന്നെത്തി ഇടം എൻ്റെ ഇടവക പള്ളിയിലെ അൾത്താരുടെ മുമ്പിൽ. അച്ഛാ, കുർബാന കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ മണിക്കൂറുകൾ ആൾത്താരുടെ മുമ്പിൽ ഇരുന്ന് ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ പൊട്ടി 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 മണിക്കൂറുകൾ ഞാൻ ഇരുന്ന് കരയും. അച്ഛൻ, ഇപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്ന പ്രകാശം എന്ന് പറയുന്നത് എൻ്റെ കരച്ചിൽ നിന്ന് കണ്ണുനീര് അറിയാവുന്നവൻ്റെ വില അറിയാവുന്നവൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടിയ കൃപയാണ്. അച്ഛാ, എൻ്റെ പ്രാർത്ഥന അതാണ്. എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നും ചൊല്ലാനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എല്ലാ ദിവസവും ദീപികാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ കരയും. ഞാൻ അല്പസമയം കരഞ്ഞിട്ട് അവിടുന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ എൻ്റെ മുഖത്ത് നല്ല പ്രകാശം. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെയും നിന്നെയും ക്ഷണിക്കുന്നത് നന്നായി കരയാൻ വേണ്ടിയിട്ടാണ്. ആരുടെ മുമ്പിൽ കരയണം? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിലല്ല, മറിച്ച് കരയേണ്ടവന്റെ മുമ്പിൽ കരയണം. ശക്തമായ കരച്ചിൽ എന്നുള്ളതൊരു വലിയ പ്രാർത്ഥനയാണ്. കരച്ചില് ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. നിസ്സഹായന്റെ കരച്ചിലിന്റെ മുമ്പിൽ ദൈവം ഇടപെടും. സങ്കീർത്തനം 56:8. ഏതാ വചനം? എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ദൈവമേ, അത് അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ. വലതുകര ഉയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ച ചിലരെ പെട്ടെന്നൊന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. എഴുതിയൊക്കെ എടുക്കാമെങ്കിൽ എഴുതിയെടുത്ത് പഠിച്ചോണം. എന്തിനാണെന്നറിയാവോ? നമ്മൾ കരയുന്നത് ഇത് വെറുതെ അല്ലെന്നും ഈ കരച്ചിലിന് ഒരർത്ഥമുണ്ടെന്നും വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സാമുവേലിൻ്റെ 1-ാം പ്രവചനം
ബൈബിൾ തുറക്കുന്നു. നമ്മൾ ചില വചനഭാഗങ്ങളിലൂടെ ചില വ്യക്തികൾ ദൈവസന്നിധിയിൽ കരഞ്ഞതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഹന്നാമ്മയുടെ കരച്ചിലാണ്. ഹന്ന എന്തിനു വേണ്ടി കരഞ്ഞു? ചോദ്യം പറ, പെട്ടെന്ന് ഇതൊക്കെ അറിയാവുന്ന പറ. ഹന്ന കരഞ്ഞത് എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? ഹന്നയ്ക്ക് ജർമ്മനി പോകാനായിട്ട് B2 കിട്ടിയില്ല ആണോ? അതാണോ? അല്ലെന്ന്. പിന്നെ എന്തിനാ ഹന്ന കരഞ്ഞേ? ഹന്ന കരഞ്ഞത്, കർത്താവേ എനിക്കൊരു കുഞ്ഞില്ല. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് ഹന്നാമ്മ കരച്ചിലോട് കരച്ചിൽ. സാമുവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10ഉം 11ഉം തിരുവചനം ഒന്ന് വായിച്ചേ. 10ഉം 15. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 1 വേഴ്സ് 10 and 11 വായിക്കാം. അവൾ കർത്താവിനോട് ഹൃദയം നൊന്തു കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അതായത് ഹന്നാമ്മ എവിടെ ഇരുന്ന കരഞ്ഞത്? അയൽക്കൂട്ടത്തിലാണോ? അല്ലെന്ന്. തൊഴിലുറപ്പാണോ? അല്ല, അവിടെയല്ല. ചായക്കടയിൽ ആണോ? എവിടെ ഇരുന്ന ഹന്നാമ്മ കരഞ്ഞത്? ഹന്നാമ്മ കരഞ്ഞത് ദൈവസന്നിധിയിലാണ്. ശ്രദ്ധിച്ചോണം. ഇനിമേലിൽ നീ കരയുമ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ ഇരുന്നല്ല കരയേണ്ടത്. എവിടെ ഇരുന്ന് കരയണം? കരയേണ്ടവന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. കരച്ചില് നല്ലൊരു പ്രാർത്ഥനയാണ്. ഇവിടെ ഇരുന്ന് കരയുന്നവർ ശ്രദ്ധിക്കണം. തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്നതൊരു പ്രാർത്ഥനയാണ്. ഹന്നാമ്മ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. ജീവിതത്തില് ഉത്തരം കിട്ടാത്തൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഹന്നാമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വചനം മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ 17-18 വചനം വായിച്ചേ. ചാപ്റ്റർ 1 വേഴ്സ് 17 and 18. അപ്പോൾ ഏലി എന്ന് പറഞ്ഞാൽ ആ ദേവാലയത്തിലെ പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോവുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അടുത്ത വചനം. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. കണ്ടോ? പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ലെന്ന്. നാട്ടുകാരുടെ മുമ്പിൽ അവൾ മ്ലാനവദനയായി ദുഃഖിച്ചു നടന്നിട്ടില്ലെന്ന്. ഞാൻ നേരത്തെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞില്ലേ, നല്ല പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടെ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം എന്തായിരുന്നു? സഹോദര, ഇത്രയും വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ എങ്ങനെ ഈ ചിരിച്ചോണ്ട് നിൽക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താ? ഞാൻ പള്ളിയിൽ അൾത്താരുടെ മുമ്പിൽ ഇരുന്ന് മണിക്കൂറുകൾ കരഞ്ഞാണ് ഞാൻ ഇങ്ങനെ ചിരിക്കാൻ പഠിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹന്നാമ്മയെ കുറിച്ച് വചനം പറയുന്നു, പിന്നീട് അവൾ മ്ലാനവദനയായിട്ടില്ല. അവൾ എന്നും ദൈവസന്നിധിയിൽ കിട്ടിയ കൃപ, സന്തോഷത്തിന്റെ കൃപ. അതിനർത്ഥം തൊട്ടടുത്ത വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വായിച്ചേ. 11-12 വചനം വായിച്ചോ. എൽക്കാനയും കുടുംബവും 19 വായിച്ചോ. 19. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിനു ശേഷം രാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. എൽക്കാന ഹന്നയെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു. തൊട്ടടുത്ത വചനം 20-ാം വചനം. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേര്. സാമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ഉച്ചത്തിൽ പറ. സാമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങി. എങ്ങനെ ചോദിച്ചു വാങ്ങി? കരഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷയറ്റ് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന അനേകർക്ക് മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം നൽകുന്നൊരു പാഠം, നീ ദൈവസന്നിധിയിൽ വന്നിരുന്ന് കരഞ്ഞാൽ
ആ കരച്ചിലിന് അർത്ഥമുണ്ട്. നിന്റെ കരച്ചിലിൽ ദൈവം ഉത്തരം നൽകിയിരിക്കും. ഹല്ലേലൂയാ. ഒന്ന് ചാടി ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നെ. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പോവാണേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, പ്രത്യേകിച്ച് ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖവും പേറി പ്രാർത്ഥിക്കുന്ന അനേകരെ നിങ്ങൾ മനസ്സിൽ കാണണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, ഒരു കുഞ്ഞിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടോ? കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ച് മടുത്തിട്ടുണ്ടോ? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൂട്ടായ്മയിൽ, നിങ്ങളുടെ ഇടവക കൂട്ടായ്മയിൽ, ജോലി സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? കൈകൾ ഉയർത്തുക. ഇതാ സാമുവേലിന്റെ 1-ാം പ്രവചനം 1-ാം അധ്യായം. ഹന്ന നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹന്ന കരഞ്ഞ് പ്രാർത്ഥിച്ചു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നീ വിശ്വസിക്കണം, ദൈവമേ, എൻ്റെ ജീവിതത്തിലും പ്രതീക്ഷയറ്റ് നിസ്സഹായതയുടെ നടുവിൽ ഞാനും കരയുന്നു. ദൈവമേ, എൻ്റെ കണ്ണുനീരിന് ഉത്തരം നൽകുന്ന ദൈവമേ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയേ ഒന്ന് കരഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നു. മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ യേശുവേ, കാരുണ്യരൂപാ വരുമോ? 2 കരങ്ങളും ഉയർത്തി അറിയാവുന്നവർ ചേർന്ന് പാടിക്കേ. കണ്ണീർ ആമേൻ. നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? യേശുവേ, കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? 2 കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് പ്രത്യേകിച്ച് മക്കളില്ലാത്ത അനേക ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ സങ്കടത്തിന്റെ നടുവിൽ അങ്ങ് പ്രവർത്തിക്കണമേ. സാമുവേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ദൈവമേ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങൾക്ക് മേൽ അങ്ങൊരു പാഠം പഠിപ്പിച്ചു. ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങി. എൻ്റെ കരച്ചിലിനൊരർത്ഥമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കർത്താവെ, അങ്ങയുടെ മുമ്പിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും അങ്ങ് ഇടപെടുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് അത് ഏറ്റെടുക്കുന്നു. നെറ്റിയിൽ കുരിശടയാളം വരച്ച് കർത്താവെ, ഇതെന്നിൽ സംഭവിക്കുന്നു, ഇതെന്നിൽ സംഭവിക്കുന്നു. കർത്താവെ, എൻ്റെ കരച്ചിലിന് ഉത്തരം നൽകുന്ന ദൈവമേ, ഞാൻ ഏറ്റെടുക്കുന്നു. നെറ്റിയിൽ കുരിശടയാളം വരച്ച് ഉച്ചത്തിൽ പറയുന്നു, ആമേൻ, ആമേൻ, ആമേൻ. സ്വസ്ഥമായിട്ട് ഇരിക്കുക. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം ബൈബിൾ തുറക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 6 വരെ ഹെസക്കിയ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഏതെങ്കിലും തരത്തിലുള്ള രോഗശാന്തി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഹെസക്കിയായുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചുകൊള്ളുക. പലവിധ രോഗപീഠകളിൽ വിഷമിക്കുന്നവർ, മരണഭയത്തിൻ്റെ മുമ്പിൽ വിഷമിക്കുന്നവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, കരയേണ്ട പ്രാർത്ഥന രീതിയാണ് ഹെസക്കിയ രാജാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ദൈവവചനം നമുക്കത് വായിച്ചു കേൾക്കാം. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ ഏഷ്യാ പ്രവാചകൻ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര
വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഹെസക്കിയ രാജാവ് എങ്ങനെ പ്രാർത്ഥിച്ചു? ജീവിതത്തിൽ മരണത്തെ തൊട്ടു മുമ്പിൽ കണ്ടുകൊണ്ട് വിലപിക്കുന്ന ഹെസക്കിയ, അവൻ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി അവൻ കരയാനൊരു തീരുമാനമെടുത്തു. വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പോട്ട് വായിച്ചു പോക്കെ അടുത്ത വചനം വായിക്കാം. 5-ാം വചനം തൊട്ട് വായിച്ചു. നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയായോട് അവന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക. എന്താണ് അത്? കേട്ടോ, ശക്തമായൊരു വചനമാണ്. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും. 6-ാമത്തെ വചനം കൂടെ വായിച്ചോ, തൊട്ടടുത്ത വചനം. നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടും. യെസ്, കണ്ടോ, ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടെ നീട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ തൊട്ട് മുമ്പിൽ മരിക്കാൻ പോകുന്ന രോഗി എങ്ങനെ പ്രാർത്ഥിച്ചു? അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആരുടെ മുമ്പിൽ കരഞ്ഞു? ദൈവസന്നിധിയിൽ അവൻ കരയാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഹെസക്കിയ രാജാവ് ഇന്ന് ഒരു കൃത്യമായ പ്രാർത്ഥനാ ശൈലി പഠിപ്പിക്കുകയാണ്. നിനക്കിപ്പോൾ വേളാങ്കണ്ണിക്ക് പോകാനോ ലൂർദിലും ഫാത്തിമയിലും പോകാനോ മുട്ടുകുത്തി നീന്താനോ അല്ലെങ്കിൽ ചില പ്രാർത്ഥനാ ശൈലികൾ ചെയ്യാനോ ഒന്നും പറ്റണമെന്നില്ല. പക്ഷേ നിനക്ക് ചെയ്യാവുന്നൊരു കാര്യം വളരെ സിമ്പിൾ. എന്താണെന്നറിയാവോ? തമ്പുരാന്റെ മുമ്പിൽ കരയാനായിട്ടുള്ള തീരുമാനം, ദൈവസന്നിധിയിൽ കരയാനുള്ള തീരുമാനം. ഇതാ വചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഏറ്റുപറയണം. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഈ വചനം നമുക്കൊന്ന് ഏറ്റെടുക്കാം. യെസ്, ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നേ. സ്റ്റാൻഡ് ഫേസ് ടു ഫേസ്. ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നേ. ആ മുമ്പിലുള്ള വ്യക്തിയുടെ കൈക്കൊന്ന് പിടിച്ചേ. എന്നിട്ട് ഈ വചനം ആ വ്യക്തിക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. അല്പം കൂടെ ശക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ. ആ വ്യക്തിക്ക് ഒരു കൃപ കിട്ടട്ടെ. ഒച്ചത്തിൽ പറഞ്ഞ്, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഇനി ആ വലതുകരം ആ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിലോട്ട് വെച്ച് കണ്ണടച്ച് ഒറ്റയ്ക്ക് ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ 2-3 പേരോട് ചേർന്ന് നിന്നോ. ഒന്നും ചിന്തിക്കണ്ട, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനെന്നറിയോ? ഈ വ്യക്തി കടന്നു പോകുന്ന രോഗപീഠകളുടെ നടുവിൽ കർത്താവ് ഒരു സൗഖ്യം നൽകട്ടെ. ഈശോയെ, ഈ വ്യക്തിയുടെ കണ്ണുനീര് കാണുന്ന ദൈവമേ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഈ വ്യക്തിയുടെ ജീവിത വഴികളിൽ അങ്ങ് ഇടപെടണമേ. ഒരു പുതിയ സൗഖ്യത്തിന് കൃപ ഈ വ്യക്തിയിലേക്ക് ചുരിയണമേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ പ്രാർത്ഥനയാണ്. നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ വ്യക്തി വിശ്വസിക്കുക, ഈ പ്രാർത്ഥന എൻ്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന കർത്താവ് ഇടപെടുന്ന പ്രാർത്ഥനയാണ്. ആ വ്യക്തിയുടെ ശിരസിൽ വലതുകരം വെച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, കണ്ണുനീര് കാണുന്നവരെ ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായൊരു ദൈവശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഓ കർത്താവേ, ഞാനേറ്റം വലഞ്ഞിടുമ്പോ ആമേൻ. കണ്ണുനീർ വാർത്തവനൻ ആമേൻ. കാര്യം നടത്തിത്തരും കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീർ താഴ്വരയിൽ ആമേൻ. ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവൻ
കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തി തരും. കാര്യം നടത്തി ആ വ്യക്തിയുടെ ശിരസിലെ കരങ്ങൾ ഇങ്ങനെ വെച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാവട്ടെ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം. ഇതാ അത്ഭുത ശക്തി ഈ വ്യക്തിയിലേക്ക് കടന്നു വരട്ടെ. നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം നിന്നെ സുഖപ്പെടുത്തുന്നു. ദൈവം നിന്നെ സുഖപ്പെടുത്തുന്നു. വിശ്വസിക്കുക. ആ വ്യക്തിയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് ആ വ്യക്തിയെ അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക. അതിനുശേഷം സ്വസ്ഥമായിട്ട് ഇരിക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക. ശ്രദ്ധിക്കുക, കരച്ചില് വലിയ ശക്തമായൊരു പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഈ കുഞ്ഞു ശുശ്രൂഷയുണ്ടല്ലോ, നമ്മളത് വിശ്വസിക്കുകയാണ്. യെസ്, ഞാനിത് ഇങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, തമ്പുരാന്റെ മുമ്പിൽ കരയുന്ന സമയത്ത് കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. വിശ്വസിക്കുന്ന എല്ലാവരും ചേർന്ന് ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. മൂന്നാമതായിട്ട് വായിക്കാവുന്ന ഒരു വചനഭാഗം, അത് സങ്കീർത്തന പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം. സങ്കീർത്തനം എഴുതിയത് ആരാണ്? ദാവീദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, ദൈവസ്നേഹം ഇത്രമേൽ അനുഭവിച്ചറിഞ്ഞൊരു മനുഷ്യൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ദൈവസ്നേഹം ഇത്രമേൽ അനുഭവിച്ചറിഞ്ഞൊരു മനുഷ്യൻ. എന്നാൽ ഇത്രമേൽ കണ്ണുനീരിലൂടെ കടന്നുപോയ മറ്റൊരു വ്യക്തിയുണ്ടോ? സങ്കീർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6, 7, 8, 9 ദൈവവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 6, 6-ാം അധ്യായം. ഒന്ന് തുറന്നോളൂ, എന്നിട്ടൊന്ന് ഒച്ചത്തിലൊന്ന് വായിച്ചോളൂ. ഇതാ ദാവീദ് രാജാവിന്റെ കരച്ചിലിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 6-ാം ദൈവവചനം. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി, എന്റെ തലയണ കുതിർന്നു. അടുത്ത വചനം. കണ്ണീര് കൊണ്ട് എന്റെ കിടക്ക നനഞ്ഞു, ദുഃഖം കൊണ്ട് എന്റെ കണ്ണു മങ്ങുന്നു, ശത്രുക്കൾ നിമിത്തം. എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാ ദാവീദ് രാജാവ് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കാര്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. നിങ്ങൾ തളർന്നിട്ടുണ്ടോ? കരഞ്ഞ് ഉണ്ടല്ലോ. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി, എൻ്റെ തലയണ കുതിർന്നു. സത്യമല്ലേ? ചില രാത്രികാലങ്ങളുടെ നമ്മുടെ കരച്ചില് തലയണ കുതിർത്തിട്ടുണ്ടെന്ന് പുറത്തൊരു മനുഷ്യനെ പോലും മനസ്സിലാക്കാൻ പറ്റാതെ അത്രമേൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. സങ്കീർത്തകനായ ദാവീദ് ഈ ശുശ്രൂഷ അവസരത്തിൽ നിന്നെ പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞ ഓരോ വഴികളിലും കർത്താവ് നിനക്ക് വേണ്ടി ചില വഴികൾ ഒരുക്കിയിട്ടുണ്ട്. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ നീ ചെയ്യേണ്ട കാര്യം എന്തുവാ? നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ നീ എന്ത് ചെയ്യണമെന്ന്? കരയണം. തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. സങ്കടങ്ങളുടെ മുമ്പിൽ നീ ചെയ്യേണ്ട കാര്യം, നീ കരയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ദാവീദ് രാജാവിനെ കുറിച്ച് വചനം പറയുന്നു, ഈ ദാവീദ് രാജാവ് ജീവിതത്തിലെ സങ്കടങ്ങളുടെ മധ്യത്തിൽ, ആ സങ്കടങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം തപ്പി നടന്ന് തന്നെ വേദനിപ്പിക്കുന്നവരെ ആക്രമിക്കാൻ, തന്നെ കുറിച്ചില്ലാ കഥകൾ പറയുന്നവർക്കെതിരെ ഫേസ്ബുക്കിൽ കുത്തിയിരുന്ന് കുറിക്കാൻ അയാൾ പോയില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? നമ്മൾ ചില കാര്യങ്ങളുടെ പേരിൽ സങ്കടപ്പെടുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത്, എന്നെ ആരൊക്കെയാണ് കുറ്റം പറഞ്ഞത്, അവന്മാരുടെ കുറ്റങ്ങൾ കണ്ടെത്തി നമ്മൾ എന്നിട്ടൊന്ന് പെരുപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. എന്നിട്ട് നമ്മൾ ആരോ ആണെന്ന് തെളിയിക്കാൻ നമ്മൾ ശ്രമിക്കും. ദാവീദ് രാജാവ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ നീ ആരെയും കുറ്റപ്പെടുത്തണ്ട, കാരണമൊന്നും അന്വേഷിച്ച് പോകണ്ട, മറിച്ച് തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. അങ്ങനെ കരഞ്ഞതുകൊണ്ടാണ് സങ്കീർത്തനം 56:8 ദാവീദ് പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണം
കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് നിവർന്നിരുന്നേ, എന്നിട്ട് അടുത്തിരിക്കുന്നവരുടെ കൈയൊന്ന് ചേർത്ത് പിടിച്ചേ. നിവർന്നിരുന്നേ, അടുത്തിരിക്കുന്നവരുടെ കൈയൊന്ന് ചേർത്ത് പിടിച്ചേ. കണ്ണടച്ചേ. നിന്റെ ജീവിതത്തിൽ നീ പല അനുഭവങ്ങളിലും ഇതുപോലെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലർ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത പ്രവർത്തിക്ക് നിങ്ങളെ കുറ്റം വിധിച്ച്, തെറ്റിദ്ധാരണയുടെ പേരിൽ പോലും നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തി നിങ്ങളെ കരയിപ്പിക്കുന്നുണ്ടോ? ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഇതാ ഞാനൊരു തീരുമാനമെടുക്കുന്നു. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കർത്താവേ, ഇതാ എൻ്റെ കണ്ണുനീർ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും ഞാൻ പഴിചാരുന്നില്ല. ദൈവമേ, എൻ്റെ കണ്ണീർ കണം അങ്ങയുടെ കൈകളിലേക്ക് ചേർത്ത് വെക്കുന്നു. നിവർന്നിരുന്ന് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളുടെ മുമ്പിലും ആ കരച്ചില് ഒരു പ്രാർത്ഥനയാക്കി ദൈവസന്നിധിയിൽ ഉയർത്തുക. ആ ചേർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവേ, ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ കടന്നു പോകുന്ന അപവാദങ്ങളുടെ നടുവിൽ, ഒറ്റപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ ഞാൻ എന്തോരം മറ്റുള്ളവരെ സഹായിച്ചു. എനിക്ക് തിരിച്ചു കിട്ടിയത് മുഴുവൻ നഷ്ടങ്ങളും കണ്ണുനീരും മാത്രമാണ്. കർത്താവേ, ഈ അനുഭവങ്ങളെല്ലാം ഇതാ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. ആ കരങ്ങൾ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ദാവീദ് രാജാവിനെ പോലെ ഒന്ന് സ്തുതിച്ചേ. എൻ്റെ ദൈവമേ, എൻ്റെ കരച്ചിലിന് അർത്ഥം നൽകുന്ന ദൈവമേ, ഈ ശുശ്രൂഷ അവസരത്തിൽ ഞാനിതാ സമർപ്പിക്കുന്നു. അങ്ങ് ഇടപെടണമേ. കൈകൾ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. പറയും പാനപാത്രത്തിന്നാരൊപ്പം കുടിക്കും. യേശുവേ, പാവന സ്നേഹമേ, മനമിഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയും ഒപ്പം. യേശുവേ, ആരാധന മാത്രമാശ്വാസം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണടച്ച് വിശ്വസിക്കണം. ഈ ഭൂമിയിൽ നിന്റെ സങ്കടങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന ഏക ഇടം അത് ദൈവസന്നിധിയിലാണ്. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പലതും പറയും. നിന്റെ സ്വസ്ഥത പലരും നശിപ്പിക്കാൻ വരും. എന്നാൽ ഒരു കാരണവശാലും നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കാൻ നീ ചെയ്യേണ്ട പ്രവൃത്തി ദാവീദ് രാജാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ സങ്കടങ്ങളെല്ലാം ഒരു പ്രാർത്ഥനയാക്കി ദൈവസന്നിധിയിൽ അർപ്പിക്കുക. ഓ കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഉച്ചത്തിൽ പറയുന്നു, ആമേൻ, ആമേൻ, ആമേൻ. നിവർന്നിരുന്നേ. ഉൽപ്പത്തിയുടെ പുസ്തകം, ബൈബിളും തുറന്നേ. ബുക്ക് ഓഫ് ജെനസിസ്, അതിൻ്റെ 21-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം. നമ്മളവിടെ കാണുന്നത് ഹാഗാറിനെ കുറിച്ചൊരു വചനഭാഗമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം, അതിൻ്റെ 16, 17 തിരുവചനങ്ങളൊന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 16 and 17. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. 17-ാം തിരുവചനം. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പറയുന്നു, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു എന്ന് പറഞ്ഞാൽ, ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ജീവിതത്തിൽ അങ്ങേയറ്റം ഒറ്റപ്പെട്ട് മരുഭൂമിയിൽ, വിൽഡർനെസ്, ആരും സഹായിക്കാനില്ലാതെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ, ജീവിതത്തിൽ ഇനി മരണം മാത്രം മുമ്പിലെന്ന് ചിന്തിച്ചുകൊണ്ട് കഴിയുമ്പോൾ, അവരവിടെ കിടന്ന് കരഞ്ഞത് സ്വർഗത്തിലെ ദൈവം കേട്ടു എന്ന് മാത്രമല്ല, കൃത്യമായി അവരുടെ ജീവിതത്തെ ദൈവം അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്നത് വചനഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ജീവിതത്തിൽ
ആരും സഹായിക്കാനില്ല. അങ്ങനെയൊക്കെ ചില സമയത്ത് വരും. ആരും സഹായിക്കാനില്ല. ചിലർക്കൊക്കെ തോന്നും, എന്നെ ഇയാൾ സഹായിക്കും, അന്നാര് സഹായിക്കും, അങ്ങനെയാണ് എൻ്റെ കുടുംബം, അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ വിദേശത്തുള്ളവരുണ്ട്, അങ്ങനെ ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഒരാവശ്യം വരുമ്പോൾ കാണാം ഒറ്റൊരുത്തനും കൂടെ ഇല്ലാതെ നീ ഇങ്ങനെ ഹാഗാർ നിലവിളിച്ചതുപോലെ നിലവിളിക്കും. വചനം പഠിപ്പിക്കുന്ന പാഠം എന്താണെന്നറിയാവോ? ദൈവം കുട്ടിയുടെ കരച്ചിൽ കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഇതാ ഇടപെടുകയാണ്. ഹാഗാർ, നീ വിഷമിക്കേണ്ട. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആള് ഹാഗാർ ആണെന്ന് കരുതിക്കൊണ്ട് ആ വ്യക്തിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ്, ഹാഗാർ നീ വിഷമിക്കേണ്ട. പറഞ്ഞു കൊടുത്തേ, വിഷമിക്കേണ്ടെന്ന്. ഹാഗാറെ നീ വിഷമിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരയുന്ന നീ ഒരു ഹാഗാറാണ്. നിന്നോടാണ് ദൈവം പറയുന്നത്, നീ വിഷമിക്കേണ്ട, നിന്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് നിനക്കൊരു ഉത്തരം ലഭിക്കും. പറ ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്കണം. ഇത് ജീവിതത്തിൽ ഏറ്റെടുക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വെറുതെ വായിച്ചിട്ട് പോകാനല്ലെന്ന്, മറിച്ച് വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഹാഗാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ പഠിപ്പിക്കുന്നു, നീ വിഷമിക്കേണ്ട, നീ വിഷമിക്കേണ്ട. നിന്റെ പ്രാർത്ഥന സ്വർഗം തുളയ്ക്കുന്ന പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥന? കരയുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, നിന്റെ കരച്ചില് ദൈവം കണ്ടിരിക്കുന്നു, നിന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. വലതുകരം ഉയർത്തി പറ, എന്റെ കണ്ണുനീര് ദൈവം കണ്ടിരിക്കുന്നു, എന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ആമേൻ, ആമേൻ. ബൈബിൾ തുറന്നേ. ഉൽപ്പത്തി പുസ്തകം നമ്മുടെ മുമ്പിൽ കൃത്യമായി പഠിപ്പിക്കുന്ന 45-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം, അതിൻ്റെ 1-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 45. ഉൽപ്പത്തി പുസ്തകം 45-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ജോസഫിനെ കുറിച്ചാണ്. ജോസഫ് ഒന്ന് വചനം വായിച്ചേ. 45-ാം അധ്യായം 1-ാം തിരുവചനം വായിച്ചേ. തന്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാണ്? പഴയ നിയമത്തിലെ ജോസഫ്. ജീവിതത്തില് സ്വന്തം കുടുംബത്തിലെ സഹോദരങ്ങളിൽ നിന്നാണ് ഈ ജോസഫ് അനുഭവിച്ചത്. ചുറ്റുവട്ടത്തുള്ളവരിൽ നിന്നല്ല, സ്വന്തം വീട്ടിൽ നിന്നാണ് അനുഭവിച്ചത്. സ്വന്തം വീട്ടിൽ നിന്ന്. ഇത് ഞാൻ പറയുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന്, അയൽവാസികളായിരുന്നെങ്കിൽ പിന്നെയും കൈകാര്യം ചെയ്യായിരുന്നു. സ്വന്തം വീട്ടിൽ, സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ചില സഹന വഴികളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി വിശുദ്ധ ഗ്രന്ഥം ഇന്ന് ജോസഫിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയുക. ജോസഫ് ചെയ്ത പ്രവൃത്തി എന്താ? ജോസഫ് അവരുടെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. തമ്പുരാന്റെ മുമ്പിലുള്ള ഒരു വലിയൊരു പ്രാർത്ഥനയായിരുന്നു ജോസഫിന്റെ കരച്ചില്. ആ കരച്ചിലിന്റെ ഉത്തരമെന്ന വണ്ണം ജോസഫ് തന്നെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. 8-ാം വചനം ഒന്ന് വായിച്ചേ. 8-ാം വചനം. അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവിടുന്ന് എന്നെ ഫറവോയ്ക്കും പിതാവും അവന്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജോസഫ് പറയുവാണ്, സഹോദരങ്ങളെ, എന്റെ കരച്ചിലിന് ഉത്തരം എന്താണെന്നറിയോ? എന്നെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സഹനത്തിന്റെ ഉത്തരമെന്ന വണ്ണം ജോസഫ് പറയാണ്, നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെ നടുവിൽ ദൈവം എന്നെ ഇങ്ങനെയൊക്കെ ഒരുക്കിയതാണെന്ന്, എന്നെ ഇങ്ങനെയൊക്കെ ഒരുക്കി മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ പറയണമെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞതിൻ്റെ വലിയൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ പറയാൻ പറ്റിയത്. പറഞ്ഞേ ആമേൻ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു,
അയ്യോ ഇത്രമേൽ ഞാൻ സഹിക്കുന്നു എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ജോസഫ് പഠിപ്പിക്കുന്ന പാഠമാണ്, ദൈവമേ അങ്ങയുടെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു, കരയുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കരച്ചിലൊരു പ്രാർത്ഥനയാണ്, നിന്റെ കരച്ചിലൊരു പ്രാർത്ഥനയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ കരച്ചിലൊരു പ്രാർത്ഥനയാണ്. അതേ, നിന്റെ കരച്ചിലൊരു പ്രാർത്ഥനയാണ്. ഇത് മനസ്സിലാക്കാൻ മറ്റൊരു വ്യക്തിയെ പഠിക്കാം. ജോബിന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 30 വേഴ്സ് 20. 30-ാം അധ്യായം 20-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ജോബിനെ കുറിച്ചാ വായിച്ചോ. ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങനെക്ക് ഉത്തരം നൽകുന്നില്ല. ജോബ് പറയുവാണ്, ദൈവമേ എല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ അങ്ങയുടെ മുമ്പിൽ നിലവിളിക്കുന്നു, ഞാൻ എന്നാ ചെയ്യണ്ടേ? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടണില്ല. ദൈവമേ ഞാൻ അങ്ങയുടെ മുമ്പിൽ നിലവിളിക്കുന്നു. ജോബ് ചെയ്ത പ്രവൃത്തി എന്താ? ജോബ് ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് നിലവിളിച്ചു, കണ്ണുനീര് വാർത്ത് കരഞ്ഞു. അങ്ങനെ കണ്ണുനീർ വാർത്തത് കൊണ്ടാണ് ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 10. 42-ാം അധ്യായം 10-ാം തിരുവചനം ഒന്ന് തുറന്ന് വായിച്ചേ. ജോബിനെ കുറിച്ച് ഒരു കുഞ്ഞു വചനം എഴുതിയിട്ടുണ്ട്, വായിച്ചോളൂ. ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. ഹല്ലേലൂയാ. അത് വെറുതെ തിരികെ കൊടുത്തല്ല, ഒരു കുഞ്ഞു വചനം കൂടി എഴുതി. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. ഇരട്ടിയാക്കി എന്ന് പറഞ്ഞാൽ, ഇന്ന് നീ എന്തിനെ ഓർത്ത് കരയുന്നുവോ, തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞാൽ നഷ്ടപ്പെട്ടത് ഇരട്ടിയാക്കി ദൈവം തരും. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇതങ്ങോട്ട് കണ്ണം പൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചോണം. നിങ്ങൾ ഇന്ന് വിഷമിക്കുന്ന ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയുടെ നടുവിൽ കണ്ണം പൂട്ടി വിശ്വസിച്ചോണം. യെസ്, എന്നെ ജോബ് പഠിപ്പിക്കുന്ന പാഠം, ഞാൻ എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞാൽ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയാക്കി നൽകും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്ക്, ദൈവസന്നിധിയിൽ നീ കരഞ്ഞാൽ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് ഇരട്ടിയാക്കി കിട്ടും. പറഞ്ഞു കൊടുക്ക്. ഇരട്ടിയാക്കി ദൈവം തരൂ. ആരുടെ മുമ്പിൽ ഇരുന്ന് കരയണം? ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണമെന്ന്. അല്ലാതെ യൂട്യൂബിന്റെ മുമ്പിൽ, ഫേസ്ബുക്കിന്റെ, വാട്സപ്പിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നിട്ട് എന്ത് കാര്യം? നീ കരയേണ്ടവന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. കരയേണ്ടവന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. പറഞ്ഞേ ആമേൻ, ആമേൻ. കേട്ടോ, ഇതൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കണം. വീട്ടിലുണ്ട് കുറേ എണ്ണങ്ങൾ, അതുങ്ങളോട് പറയണം. ആ ഫേസ്ബുക്കിൽ ഇരുന്ന് കരയുന്നുണ്ടാവും ഒരുത്തൻ, അപ്പുറത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ട് കരയുന്നുണ്ടാവും വേറെ ഒരുത്തി ഉണ്ടാവും, വേറെ ഒരെണ്ണം അപ്പുറത്തോട്ട് മാറി ബ്രേക്കപ്പായെന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിപ്പുണ്ടാവും, വേറെ ഒരെണ്ണം ഇപ്പുറത്ത് ഇരുന്നുകൊണ്ട് എന്നെ ചതിച്ചു എന്നും പറഞ്ഞിരിപ്പുണ്ടാവും, അപ്പുറത്തൊരുത്തൻ B2 തീർന്നു പോയി ഇനി ജർമ്മനിലോട്ട് എങ്ങനെ പോകുമെന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിപ്പുണ്ടാവും. ഉണ്ടെന്ന് വീട്ടിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ആ ഓരോന്നിനും വിളിച്ചിട്ട് പറയണേടാ മകനെ, നീ കരയേണ്ടത് ആരുടെ മുമ്പിലെന്നറിയോ? തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബൈബിളും തുറന്നേ. എസ്രായുടെ പുസ്തകം, എസ്രായുടെ പുസ്തകത്തിൽ എസ്രായുടെ ഒരു കരച്ചിലുണ്ട്. 10-ാം അധ്യായം 1-ാം തിരുവചനം. 10-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ എസ്രായിരുന്ന് കരയുന്നത്, ദൈവമേ ജീവിതത്തിലെ ദൈവജനത്തിന്റെ പാപങ്ങളോർത്ത് കരയുന്ന എസ്രാ. ഇവിടെ ഇരിക്കുന്നവര് നിങ്ങളുടെ കുടുംബത്തിലെ ചിലരെ ഓർത്ത് കരയണം. ഹല്ലേലൂയാ. നിന്റെ വീട്ടിൽ ആരെങ്കിലും പള്ളി പോവാതെ, വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ, ദൈവവിചാരമില്ലാതെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ മുതൽ അവരെ നീയൊന്നും നന്നായി ഏലടാ, നീയൊക്കെ നരകത്തിപ്പോവും, ഇതല്ലേ പറയണത്? ആ പറച്ചിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യണം? തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അവരെ ഓർത്ത് കരയണം. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വചനം വായിച്ചാലോ? എസ്രാ ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്ന് കരയുകയും. യെസ്, കണ്ടോ എസ്രാ കരഞ്ഞ കരച്ചിൽ കണ്ടോ? എങ്ങനെ കരഞ്ഞു? സോഫയിൽ ഇരുന്ന് മുകളിൽ കറങ്ങുന്ന ഫാനും കൊണ്ട് AC-യിൽ ഇരുന്ന് കരഞ്ഞെന്നല്ല, മറിച്ച് എസ്രാ കരഞ്ഞത് ഒന്നും കൂടെ വായിച്ചേ. എസ്രാ ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം തീഷ്ണതയിൽ കരഞ്ഞെന്നു. അങ്ങേയറ്റം തീഷ്ണതയിൽ കരഞ്ഞു. എങ്ങനെ കരഞ്ഞു? അങ്ങേയറ്റം തീഷ്ണത.
അയാളുടെ നെഞ്ചിൻ്റെ അകത്ത് ആ വലിയൊരു ആവേശം ഉണ്ടായിരുന്നു. എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് കരയും? ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന കല്യാണം കഴിച്ചവരൊന്ന് കൈ പൊക്കിക്കുക. കല്യാണം കഴിച്ചവർ സംശയമാണോ? ഒക്കെ കൈ കണ്ട, ഒട്ടുമുക്കാലും പേര് കല്യാണം കഴിച്ചവരാ. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ചേച്ചി ഉറങ്ങാതെ ഇത് കേട്ടിട്ട് ഉറങ്ങിക്കോ. ചേച്ചി ദേ കൂടെ നോക്കിക്കേ, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ കരഞ്ഞണം തമ്പുരാന്റെ മുമ്പിൽ. പിന്നെ ആര് കരയൂ? അല്ലെങ്കിൽ അപ്പുറത്തുള്ള റോസി വരുമോ കരയാൻ? ഇല്ലെന്ന്. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. ഭർത്താക്കന്മാരെ, ഭാര്യയ്ക്ക് വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ നിങ്ങൾ കരയണം. എന്ന് പറഞ്ഞാൽ കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി കരയാൻ, നിലപാടെടുക്കാൻ നമുക്കൊരു ദൗത്യം ദൈവം തന്നിരിക്കുന്നു. ഉച്ചത്തിൽ പറ ആമേൻ, ആമേൻ. നമ്മുടെ പൊതുവായ ശൈലി എന്ന് പറയുന്നത് കുറ്റം പറയുക, പിറുപിറുക്കുക. നിങ്ങളെപ്പോലെയുള്ള ഒരാളെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ നാശം, ഇങ്ങനെ പറയുന്നതാണ് നമ്മുടെ ഒരു ശൈലി. എന്നാൽ ഇന്ന് ദൈവവചനം പറയുന്നു, കുറ്റപ്പെടുത്തണ്ട, പിറുപിറുക്കണ്ട, മറിച്ച് തമ്പുരാന്റെ മുമ്പിലിരുന്ന് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എസ്രാ കരഞ്ഞതുപോലെ കരയണം. വലതുകര ഉയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. കത്തോലിക്ക സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പയുടെ പേര് പത്രോസ്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 75-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26 26-ാം അധ്യായം അതിൻ്റെ 75-ാം തിരുവചനം. ഒരു കുഞ്ഞു വചനം, പക്ഷേ നമുക്ക് വലിയ മാർഗമായിട്ട് മുമ്പിൽ നിൽക്കുകയാണ് ഈ വചനം. 26-ാം അധ്യായം 75-ാം തിരുവചനം കിട്ടിയോ? വായിച്ചോ. കോഴി കൂകുന്നതിനു മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു. താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് ഹൃദയം നൊന്തു കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ നമുക്കൊക്കെ കുറവുകളുണ്ട്. ഈ കുറവുകളെ ഓർത്ത് ഹൃദയം നൊന്ത് കരയണം. അതല്ലേ കുമ്പസാരത്തിൽ സംഭവിക്കേണ്ടത്? ഹൃദയം നൊന്ത്, കർത്താവേ ഇതെനിക്ക് പറ്റിപ്പോയി, കർത്താവേ എന്നോട് പൊറുക്കണം, ഇത് പറഞ്ഞ് ഹൃദയം നൊന്ത് കരയാനുള്ള വലിയൊരു തീരുമാനം. മത്തായി സുവിശേഷകൻ മാത്രമല്ല, മർക്കോസ് സുവിശേഷം 14:72, ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 62-ാം തിരുവചനത്തിലും പത്രോസിന്റെ ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തും. ജീവിതത്തിൽ അങ്ങേയറ്റം ഹൃദയം നൊന്ത് കരഞ്ഞ ഒരു മനുഷ്യൻ. ലൂക്കാസ് സുവിശേഷം ഒന്നെടുത്ത് 7-ാം അധ്യായം ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഈശോ കാണുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 7 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 17 വരെയുള്ള വചനഭാഗം. നായീമിലെ വിധവ തൻ്റെ ഏകമകൻ മരിച്ചുപോയി. ഈ മരിച്ചുപോയ മകന്റെ ശവസംസ്കാര ശുശ്രൂഷ സമയം ആ അമ്മ ശവസംസ്കാരവുമായിട്ട് ആ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജനത്തിൻ്റെ കൂടെ ഈ അമ്മ കടന്നു വരുമ്പോൾ ഒരു വചനം ഒന്ന് വായിച്ചേ. ഈശോ പറയുന്ന ഒരു കൊച്ചു വചനം ഇവിടെ ഇരിക്കുന്ന നമ്മളോട് പറയുന്ന വചനമാണ്. 7-ാം അധ്യായം 13-ാം തിരുവചനം വായിച്ചോ. 7:13. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. ഹല്ലേലൂയാ. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലെ ചില വിലാപയാത്രകളുടെ മുമ്പിൽ നമ്മളും ഇങ്ങനെയാണ്. ഏകമകൻ നഷ്ടപ്പെട്ടു പോയൊരമ്മയുടെ കണ്ണുനീര് കണ്ട് ഈശോ ചെന്നിട്ട് പറഞ്ഞ കാര്യം, കരയണ്ട. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, കരയേണ്ട. ഈശോ പറയുകയാണ്, കരയേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കരയേണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഈശോ പോയോ? ഇല്ല. കരയേണ്ടെന്ന് പറയുക മാത്രമല്ല, മറിച്ച് ആ കരച്ചിലിന് ഉത്തരം കിട്ടേണ്ട കാര്യം ഈശോ മുമ്പിൽ പ്രവർത്തിച്ചു കാണിച്ചു. എന്ന് പറഞ്ഞാൽ വെറുതെ നാട്ടുകാരും കൂട്ടുകാരും നമ്മുടെ അടുക്കെ വന്ന് ഡോണ്ട് വറി ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് പോലെയല്ല. ഈശോ കരയണ്ടെന്ന് പറയുക മാത്രമല്ല, ആ കരച്ചില് മാറ്റുന്നതിനുള്ള വഴിയും കൂടെ മുമ്പിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞേ ഉച്ചത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.
മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ വചനം വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ജായിറോസിന്റെ മകളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു അത്ഭുതകരമായ കാര്യമാണ്. അതിന്റെ വചനഭാഗം 41-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. 41 മർക്കോസ് സുവിശേഷം അതിന്റെ 5-ാം അധ്യായം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 41. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികേ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. തലിത്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ബാലികെ എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ഈശോ ഈ വചനഭാഗം പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം ജനത്തെ ഓർമ്മപ്പെടുത്തും. 39-ാം തിരുവചനം വായിച്ച് 39 ചാപ്റ്റർ 5 വേഴ്സ് 39. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? യെസ് കണ്ടോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ആ ജനം ചെയ്ത പ്രവൃത്തി എന്താ? അവരിങ്ങനെ ബഹളം ഉണ്ടാക്കി. ഒരു പ്രതിസന്ധി വരുമ്പോൾ നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന എന്തിന്? നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ പ്രതിസന്ധി തീരുമോ? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ഒരു പ്രശ്നം വരുമ്പോൾ വെറുതെ ബഹളം ഉണ്ടാക്കരുത് പറഞ്ഞു കൊടുത്ത്. നമുക്കറിയാവുന്ന ഏക പണി ഏതാ? ബഹളം ഉണ്ടാക്കുക എന്നുള്ളതാ. ഒരു ഗുണവും ഇല്ല. ഈശോ ചോദിക്കുക, നീ എന്തിനിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കണത്? ഇതെന്തിനാന്നേ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവുമോ? ജനം നിന്ന് ഭയങ്കര ബഹളം. ഈശോ പറഞ്ഞു, ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കരയേണ്ടവന്റെ മുമ്പിൽ കരയണം. അതുകൊണ്ടാണ് ഈശോ ആ കുടുംബത്തിന്റെ കണ്ണുനീര് കണ്ട് ജനക്കൂട്ടത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, കരയേണ്ടവന്റെ മുമ്പിൽ കരയാൻ പഠിക്കണം. എന്നിട്ടാണ് ഈശോ കടന്നു ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞ്, തലിത്താക്കും ബാലിക എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ നിന്റെ കരച്ചില് കാണുന്ന, കരച്ചില് നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ 10 വ്യക്തികളെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു. ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞുകൂടാ. നമ്പർ 1 ഹന്നാമ്മയുടെ പ്രാർത്ഥന, രണ്ടാമത്തത് ഹെസക്കിയയുടെ പ്രാർത്ഥന, മൂന്നാമത്തത് ദാവീദ് രാജാവിൻ്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥന, 4 ഹാഗാറിൻ്റെ കരച്ചിലിൻ്റെ പ്രാർത്ഥന, 5-മത്തത് ജോസഫിൻ്റെ പ്രാർത്ഥന, 6-മത്തത് ജോബിൻ്റെ പ്രാർത്ഥന, 7-മത്തത് എസ്രായുടെ നിലവിളി, 8-മത്തത് പത്രോസിൻ്റെ പ്രാർത്ഥന, 9-മത്തത് നായിമിലെ വിധവയുടെ പ്രാർത്ഥന, 10-മത്തത് ജായിറോസിൻ്റെ മകളുടെ പ്രാർത്ഥന. 10 പേരെ നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇഷ്ടം പോലെ പേര് ഇതുപോലെ കരയുന്നുണ്ട്. ലെമന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം അധ്യായം 18-ാം തിരുവചനം ജെറമിയായുടെ കണ്ണുനീരുണ്ട്. ജെറമിയായുടെ കണ്ണുനീര് നമ്മുടെ ഈ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് മഗ്ദലേന മറിയത്തിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം ഇന്ന് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണ്? നിന്റെ കരച്ചിലിന് ഉത്തരമുണ്ട്. ചാടി എഴുന്നേറ്റ് നിന്നേ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കരയേണ്ടവന്റെ മുമ്പിൽ കരയണം. നിന്റെ കരച്ചില് ശക്തിയേറിയ ഒരു പ്രാർത്ഥനയാണ്. ഈ ഭൂമിയിൽ നിസ്സഹായതയുടെ നടുവിൽ നമുക്ക് ചെയ്യാവുന്ന ഏക വഴിയാണ് കരച്ചില്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ചോ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന പല 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 അനുഭവങ്ങൾ, ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾ, സംശയങ്ങൾ, ഭാരങ്ങൾ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന അനേക മേഖലകൾ, എല്ലാത്തിൻ്റെ നടുവിൽ നിനക്ക് ചെയ്യാവുന്ന വലിയൊരു കാര്യം തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ സകല സങ്കടങ്ങളുടെ നടുവിൽ ഞാനിതാ ഒരു തീരുമാനമെടുക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ ഇരുന്ന് കരയാനല്ല, നാട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് കരയാനല്ല, മറിച്ച് ദൈവമേ അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് കരയാനുള്ള തീരുമാനം. എൻ്റെ പ്രിയരെ, സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ് നിന്റെ കരച്ചിൽ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച്, ദൈവമേ ഈ കരച്ചിലിന് എനിക്കൊരു കൃപ വേണം. അങ്ങയുടെ മുമ്പിൽ കരയാൻ എനിക്കൊരു കൃപ വേണം. കർത്താവേ, കരയാൻ എന്നെ പഠിപ്പിക്കണം കർത്താവേ. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലര് ജീവിതത്തിൽ മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞ് കരഞ്ഞ് നിന്റെ എല്ലാ കൃപയും നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇനി കരയാൻ എനിക്ക് കണ്ണുനീരില്ല എന്ന് കരയുന്നുണ്ടോ? ഇതാ തമ്പുരാൻ കർത്താവ് നിനക്കൊരു കൃപ നൽകുകയാണ്. ഇതൊരു പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഈ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കുക,
എൻ്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ അലച്ചിലുകൾ എണ്ണീയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടോ? ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, കണ്ണുനീരോട് അങ്ങയുടെ മുമ്പിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ കണ്ണുനീര് കാണുന്നവനെ അങ്ങെന്നിൽ ഇടപെടണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും അറിയാവുന്നത് പോലെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എന്റെ നിലവിളി കാണുന്നവനെ അങ്ങെന്നിൽ ഇടപെടണമേ. കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. യേശുവേ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പാടിക്കേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കാൻ കർത്താവേ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. ഈ സമയത്ത് നിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലും അത്ഭുതകരമായിട്ട് ദൈവം ഇടപെടുന്നു. നീ അത് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവമേ, ഈ സമയം എൻ്റെ മേൽ അത്ഭുതകരമായി ഇടപെടണമേ. ഹന്നായുടെ കണ്ണുനീര് കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ ദൈവമേ, എൻ്റെ മേൽ ഇപ്പോൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഹെസക്കിയയുടെ പ്രാർത്ഥന കണ്ട് ഉത്തരം നൽകിയവനെ, ദാവീദിന്റെ കരച്ചിൽ ഉത്തരം നൽകിയവനെ, ഹാഗാറിന്റെ മരുഭൂമിയുടെ കരച്ചിൽ ഉത്തരം നൽകിയവനെ, ജോസഫിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയവനെ, ജോബിന്റെ കണ്ണുനീര് കണ്ട് അവന് നഷ്ടപ്പെട്ട് തിരികെ കൊടുത്തവനെ, എസ്രാ പ്രാർത്ഥിച്ചതുപോലെ, പത്രോസ് പ്രാർത്ഥിച്ചതുപോലെ, നായിമിലെ വിധവ പ്രാർത്ഥിച്ചതുപോലെ, ജായിറോസിന്റെ പ്രാർത്ഥന പോലെ ദൈവമേ, ഞാനും പ്രാർത്ഥിക്കുന്നു. അങ്ങന്റെ കണ്ണുനീര് കണ്ട് അങ്ങനിൽ ഇടപെടണമേ. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവേ, എനിക്ക് കൃപ വേണം. പ്രാർത്ഥിച്ചേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. എന്റെ യേശുവേ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. എല്ലാവരും ഒന്ന് പാടിക്കേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കാൻ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. ഓ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അണയാനുള്ള വലിയ കൃപ ലഭിക്കട്ടെ. കരച്ചിലൊരു അപമാനമല്ല, നാണക്കേടല്ല, മറിച്ച് ദൈവസന്നിധിയിൽ കരയുന്നത് ഒരു അനുഗ്രഹമാണ്. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പ്രവചനം, സൂസന്ന എന്ന് പറയുന്നൊരു പെണ്ണ് ജീവിതത്തിൽ വലിയൊരു നാണക്കേടിലൂടെ കടന്നുപോയപ്പോൾ, കരഞ്ഞപ്പോൾ, ദാനിയേൽ എന്ന് പറയുന്നൊരു പ്രവാചകനെ അങ്ങോട്ടയച്ച് ആ അപമാന ഭാരത്തിൽ നിന്ന് അവളെ വിടുവിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും കരച്ചിലിന്റെ നടുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്നു. കർത്താവ്, അത് ഞങ്ങൾ സംഭവിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ.